അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 9ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തളം വേണമെങ്കിൽ എന്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസു താസിഅ 9ാമത്തെ പാഠം ഫഅലുൽ ലിമാ യുരീദ്. 1ാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഉസ്താദ് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ്. ഇവിടെ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല. എന്റെ മാതാപിതാക്കൾ ആരാകണമെന്ന് തീരുമാനിച്ചതും ഞാനല്ല. എന്റെ ജനന തീയതി തീരുമാനിച്ചതും ഞാനല്ല. എന്റെ സിരകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഞാനല്ല. എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം എന്റെ നിയന്ത്രണത്തിലല്ല. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളെ സംബന്ധിച്ചും ശരിയാണ്. നാമുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളിൽ നമുക്ക് യാതൊരു സ്വാധീനവുമില്ല. എല്ലാം നിശ്ചയിക്കുന്നത് അല്ലാഹു തആലയാണ്. അല്ലാഹു തആലയുടെ ഖദറനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. ഉദാഹരണം, കള്ള് കുടിക്കൽ. അത് ചെയ്താൽ അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കും. അതുപോലെ നിർബന്ധമായവയുമുണ്ട്. ഉദാഹരണം, 5 വക്ത് നിസ്കരിക്കൽ. അത് ചെയ്തില്ലെങ്കിൽ അവന്റെ ശിക്ഷ ലഭിക്കും. ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു തആല നമ്മെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലെത്തിയപ്പോൾ ഷഫീഖ് ചോദിച്ചു, ഉപ്പ, നീ ഈമാൻ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? ഷഫീഖ്, അതെ ഉപ്പ. ഈമാൻ കാര്യങ്ങൾ എത്രയുണ്ട്? ഷഫീഖ്, 6 ഉപ്പ. 6ാമത്തേത് ഏതാണ്? ഷഫീഖ്, ഖദറിൽ വിശ്വസിക്കൽ. ഉപ്പ, ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജനനം, മരണം, രോഗം, ആരോഗ്യം, വളർച്ച, തളർച്ച തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. അതിൽ ഖൈറായ കാര്യങ്ങളും ഷർറായ കാര്യങ്ങളും ഉണ്ടായേക്കാം. ഖൈറുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം. ഷർ ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നവരാണ് പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നത്. പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അൽ ഖൈറു വശ്ശർറു ബിമശീഅത്തില്ലാഹ്. ഖൈറും ഷർറുമെല്ലാം അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോ ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. സബർ, ക്ഷമ. ഖൈർ, നല്ലത്. ഷർ, മോശപ്പെട്ടത്. ശുക്ർ, നന്ദി. സിറ, ഞരമ്പ്, സ്പന്ദനം, മിടിപ്പ്. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. 1ാമത്തെ ചോദ്യം, എല്ലാം നടക്കുന്നത് അല്ലാഹു തആലയുടെ ഖദറനുസരിച്ചാണ്. 3 ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം 1. നാം എവിടെ ജനിക്കണമെന്നത് അല്ലാഹുവിന്റെ ഖദറനുസരിച്ചാണ് നടക്കുന്നത്. 2. നമ്മുടെ മാതാപിതാക്കൾ ആരാകണമെന്ന തീരുമാനം നടക്കുന്നത് അല്ലാഹുവിന്റെ ഖദറനുസരിച്ചാണ്. 3. നാം ജനിക്കുന്ന തീയതി അല്ലാഹുവിന്റെ ഖദറനുസരിച്ചാണ് നടക്കുന്നത്. 2ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 3 കാര്യങ്ങൾ എഴുതുക. ഉത്തരം 1. നമ്മുടെ സിരകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രിക്കുന്നത് നാമല്ല. 2.
നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കുന്നത് നാമല്ല. 3. നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ നിയന്ത്രിക്കുന്നത് നാമല്ല. മൂന്നാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 3 കാര്യങ്ങൾ എഴുതുക. ഉത്തരം: 1. സൂര്യൻ ഉദിക്കുന്നു. 2. മഴ പെയ്യുന്നു. 3. രാവും പകലും ഉണ്ടാവുന്നു. നാലാമത്തെ ചോദ്യം, ലോകത്ത് ഖൈറും ഷർറും നടക്കുന്നു. നാം എന്ത് ചെയ്യണം? ഉത്തരം: ഖൈർ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം. ഷർ ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. അടുത്ത പേജ് നോക്കൂ. 5-ാമത്തെ ചോദ്യം, വാജിബായ കാര്യം ചെയ്തില്ലെങ്കിൽ എന്ത് ലഭിക്കും? ഉത്തരം: അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കും. 6. ഖൈർ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരം: ശുക്ർ ചെയ്യണം. തദ്രീബാത്തിൽ 3-ാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽ ഫറാഹ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 6-ാമത്തേത്. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേതാണ്. 2. ഈമാൻ കാര്യങ്ങൾ ഡാഷ് എണ്ണമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 6. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. 3. ഈമാൻ കാര്യങ്ങളിൽ 3-ാമത്തേത് ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. ഈമാൻ കാര്യങ്ങളിൽ 3-ാമത്തേത് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്. 4. നമുക്ക് ഷർറുകൾ സംഭവിച്ചാൽ ഡാഷ് കൈക്കൊള്ളണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ക്ഷമ. നമുക്ക് ഷർറുകൾ സംഭവിച്ചാൽ ക്ഷമ കൈക്കൊള്ളണം. തദ്രീബാത്തിൽ 4-ാമത്തെ പ്രവർത്തനം നസിൽ വിപരീത പദങ്ങൾ പരസ്പരം ചേർക്കുക. വലതുഭാഗത്ത് നോക്കൂ. രോഗം, മരണം, വളർച്ച, ഉദയം, നല്ലത്. ഇടതുഭാഗത്ത് തളർച്ച, അസ്തമയം, ആരോഗ്യം, മോശപ്പെട്ടത്, ജനനം. ഓരോ വാക്കിനും യോജിച്ച വിപരീത പദങ്ങൾ ഓരോന്നിനും നേരെ എഴുതണം. അപ്പം നോക്കൂ. രോഗം, ഈ വാക്കിന്റെ വിപരീതം ഏതാണ്? ആരോഗ്യം. അടുത്തത് മരണം, എളുപ്പമാണ്, ജനനം. അടുത്തത് വളർച്ച, തളർച്ച. ഉദയം, അസ്തമയം. നല്ലത്, മോശപ്പെട്ടത്. തദ്രീബാത്തിൽ 5-ാമത്തെ പ്രവർത്തനം തഖ്സീസ്. ഖദർ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജനനം, മരണം, രോഗം, ആരോഗ്യം, വളർച്ച, തളർച്ച തുടങ്ങിയ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാ വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ തീരുമാനമനുസരിച്ചാണ്. അള്ളാഹുവിന്റെ പൂർവ്വജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലുമുള്ള അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ് ഖദർ. എല്ലാ സൃഷ്ടിപ്പും അവന്റെ വിധി അനുസരിച്ചിട്ടാണ് ഉള്ളത്. അത് അവന് നേരത്തെ അറിയാം. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ പൂർണ്ണത സംഭവിക്കുന്നത് ഖദറിലുള്ള വിശ്വാസം ശരിയായ രീതിയിലാകുമ്പോഴാണ്. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി അറിയുന്നു. ചെറുപ്പ വലിപ്പമോ സ്ഥലകാലമോ വ്യത്യാസമില്ലാതെ സകല കാര്യങ്ങളും സകല വസ്തുക്കളും അവൻ വേർതിരിച്ച് അറിയുന്നു. കഴിഞ്ഞു പോയതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അവ എങ്ങനെയാണെന്നും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ പെടാത്തതോ അറിവിൽ നിന്ന് അല്പമെങ്കിലും മാറിയുള്ളതോ ഒന്നും തന്നെയില്ല. അവന്റെ അറിവിന് ശേഷം പുതുതായി ജ്ഞാനമോ അറിവിനെ തുടർന്ന് മറവിയോ ഉണ്ടാവുകയില്ല. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാകുന്നു ഖദറിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങളിൽ 5 എണ്ണി അതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ശേഷം 6-ാമത് ഖദറിലും നീ വിശ്വസിക്കുക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഖദറിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.